നമസ്കാരം. ADGP അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുയരുന്ന വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയ ആയുധമാക്കുന്നവർക്ക് തക്ക മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയത്. കോഴിക്കോട് നടന്ന PP മുകുന്ദൻ അനുസ്മരണത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം മറുപടി നൽകിയത്. രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ കൽപ്പിക്കുന്നവർ ക്രിമിനൽ സ്വഭാവമാണ് കാണിക്കുന്നതെന്നും കുറ്റം പറയുന്നവർ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇപ്പോൾ കുറ്റം പറയുന്നവർ യോഗ്യരാണോ എന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ സന്ദർശനത്തെ വിമർശിക്കാൻ അർഹതയുള്ള ഒരാളെങ്കിലും ഈ കേരളത്തിലുണ്ടോ? ആരാണ് ഈ രാഷ്ട്രീയ വൈരുദ്ധ്യം കൽപ്പിക്കുന്നത്? ജനാധിപത്യം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണ്. തൊട്ടുകൂടായ്മ കൽപ്പിക്കുന്നവരും ക്രിമിനലുകളാണ്. നിലവിലെ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യാൻ അർഹതയുള്ള ആരും തന്നെ മറുപക്ഷത്തില്ല. ഈ സംഭവ വികാസങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരും വിശകലനം ചെയ്യുന്നവരും യോഗ്യരാണോ? കൈ നീട്ടിപ്പിടിച്ച് ശുദ്ധമാണെന്ന് ഞാൻ പറയില്ല. കൈ ഇങ്ങനെ പകരം ഹൃദയം ശുദ്ധമാണെന്ന് പറയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയും വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ അയിത്തം കുറ്റമാണെന്നും ചിലരെ രണ്ടാം തരം പൗരന്മാരായാണ് കേരളത്തിൽ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചർച്ച. ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ഇങ്ങനെ ചോദിക്കുന്നവർ ഇല്ലാതാക്കുന്നത്. ഇത്തരം ചർച്ച കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത്. രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ കുറ്റകരമാണ്. ചില ആളുകളെ കണ്ടുകൂടാ എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയവ വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ്. RSSന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. അവിടെ ഹൃദയങ്ങൾ തമ്മിലാണ് ബന്ധപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങൾ ഗവർണർമാർ പറയാൻ പാടില്ലെന്നാണ്. എന്നാൽ താൻ ഇതൊക്കെ പറഞ്ഞു പോവുകയാണ്. കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല, ജനങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ RSS നേതാവുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച് നിയമസഭാ സ്പീക്കർ AN ഷംസീറും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണെന്നും ആ സംഘടനയിലെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ ഗൗരവമായി കാണേണ്ടതുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ അപാകതയില്ലെന്നും ഷംസീർ പറഞ്ഞിരുന്നു. അതേസമയം 2023 മെയ് 20 മുതൽ 22 വരെയാണ് തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ RSS ക്യാമ്പ് നടന്നത്. ക്യാമ്പിനിടെ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബെല്ലയുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തോടെയാണ് വിവാദം ശക്തമാവുന്നത്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് ADGP MR അജിത് കുമാറും രംഗത്തെത്തിയിരുന്നു. സുഹൃത്തിന്റെ ക്ഷണപ്രകാരം നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയെന്നാണ് മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ നൽകിയ വിശദീകരണം. എന്നാൽ ഇത് രാഷ്ട്രീയ അജണ്ടയാക്കാൻ കാത്തുനിന്നവർക്ക് ഒരു അവസരമാവുകയായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.